മാറത്തണഞ്ഞാൽ പിഴ. നമ്മളെപ്പോഴും ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ല അല്ല ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരാളും അടുത്ത ദിവസം അത് കളഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല കയറുന്നത്. അത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് അത്രയും ആഗ്രഹിച്ചിട്ട് അത് നന്നായി വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പോവുക. പക്ഷെ അത് ഓരോരുത്തരുടെ യോഗമല്ലേ അതൊക്കെ. ചിലർക്കത് വർക്കാവും, ഫസ്റ്റ് തന്നെ വർക്കാവും, ചിലർക്കത് വർക്കാവില്ല. അപ്പം അങ്ങനെ എത്രയോ സ്ത്രീകൾ, ഇപ്പം പല സ്ത്രീകളെയും ഇൻക്ലൂഡിങ് മീ, തെറ്റുകാരി ആയതുകൊണ്ടാണ് ഇതാവാണ്ടിരുന്നത് അതാവാണ്ടിരുന്നത് എന്നുള്ളൊരു ജഡ്ജ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് കൂടെ കടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ എന്ത് കൂടെ കടന്നു പോയിട്ടുള്ള അവർക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ മാറത്തണഞ്ഞാൽ പിഴ, മാറി നടന്നാൽ പിഴ. മാറത്തടിച്ചാലും പെണ്ണെ നീ തന്നെയാണ് പിഴ. ആരുടെയെങ്കിലും കൂടെ മാറത്തടഞ്ഞ് അത് ഒരാളോട് ഇഷ്ടപ്പെട്ടാൽ അവള് പിഴയാ. മാറി നടന്നാലോ അവളെ കൊണ്ടൊന്നും പറ്റില്ല, അതായി. പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞാലോ അപ്പോഴും പെണ്ണ് തന്നെയാ പിഴ. ഇതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള നുണ പരക്കുന്നൊരു വിധമുണ്ടല്ലോ. അപ്പം എനിക്കറിയാവുള്ള ഇത്രയും മതി. ഇത് ഒരാണിനെ കുറിച്ച് പറയില്ല ആരും. അത് വളരെ ആണിനെ പറ്റി അങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ? ഒരാണിനെ കുറിച്ച് എന്തുകൊണ്ടാ പക്ഷെ അങ്ങനെ പറയണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പെണ്ണിനെ നമ്മൾ പറയും അവള് പിഴയാന്ന് പറയും, ഒരാണിനെ അവൻ പിഴയാന്ന് പറയൂ? ഇല്ല, അത് വളരെ റെയറാണ് അങ്ങനത്തെ സംഭവം. അപ്പൊ അത് എത്രയോ കാലങ്ങളായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്കത് ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. ഒരുപാട് സ്ത്രീകൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഈ നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത്, ചേച്ചി സംസാരിക്കാൻ പറ്റുമോ, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ചിലപ്പോൾ ഞാൻ പോയതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പോട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അവർക്കൊന്നും പറയാൻ പറ്റണില്ല, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ. അമൃതയ്ക്ക് എന്തിനാ ഈ ആളുകൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നത് എന്ന് ആലോചിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിക്കാൻ റെഡിയാണ്. എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഓക്കെയാണ് ഞാൻ. പക്ഷേ എന്താ പറയുക, എനിക്കൊരു മോളില്ലേ. അപ്പോൾ പാപ്പു ഒരു ഏജ് വരെയൊക്കെ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യാണ്ട് പോയിരുന്നു. ഒരു ഏജ് കഴിഞ്ഞപ്പോൾ അവള് കുറച്ച് വിവരം ഇതുള്ള കുട്ടിയായി വന്നപ്പോൾ സ്കൂളിലൊക്കെ കളിയാക്കാൻ തുടങ്ങി കുട്ടികൾ. അതായത് അമ്മയെപ്പറ്റി മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പോൾ എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കണേന്നുള്ള ചോദ്യമൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് അവൾക്കറിയാം എൻ്റെ ലൈഫ് എന്താണെന്നും നമ്മളെടുത്തിട്ടുള്ള ചോയ്സസ് എന്തായിരുന്നെന്നും. പക്ഷേ സ്കൂളിൽ വരുമ്പോൾ അതൊരു സങ്കടമല്ലേ. അങ്ങനെ അഭിരാമിയൊക്കെ എത്രയോ പ്രാവശ്യം ഞാനും അഭിരാമി പ്രിൻസിപ്പളിനെയൊക്കെ പോയി കാണേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമായി. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നപ്പോഴാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ല. ഞാൻ മിണ്ടാണ്ടിരുന്നപ്പോൾ ഞാൻ തെറ്റുകാരിയായിരുന്നു. മിണ്ടാണ്ടിരുന്നപ്പോഴാണ് ഞാൻ തെറ്റുകാരി ആയത്. ഞാൻ എൻ്റെ ഒറ്റ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. 14 വർഷം മിണ്ടാണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കരുത്. പറയാനായിട്ട് നമുക്ക് അവസരം ഉണ്ടെങ്കിൽ അത് പറയണം. സ്പോട്ടിൽ പറയണം. അതിനെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇത് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ച കാര്യമാണ്. നമ്മളെന്തിനാണ് ഒരാളൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കണം എന്തിനാ? അപ്പം എനിക്കല്ല ബാക്കി സ്ത്രീകളോടും പറയാനുള്ള കാര്യമാണ്. വെറുതെ എന്തിനാ ബ്ലെയിം എടുക്കുന്നത്? നമുക്ക് നാക്ക് തന്നിട്ടില്ലേ? എന്നെ പോലെ എന്തിനാ മണ്ടിയാവുന്നത്? അപ്പോൾ അങ്ങനെ കൂട്ടി എന്താ പറയുക, എല്ലാവർക്കും വെറുപ്പുള്ള ഒരു ആളായിട്ട് മാറേണ്ട ആവശ്യം എന്താ? എനിക്ക് അമ്മയുടെ മൈൻഡ് സെറ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാനൊരു വീഡിയോൻ്റെ റീല്, അത് പാപ്പുവൻ ഗ്രാൻഡ്മ എന്നുള്ള റീലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു ചാനൽ ഇട്ടിട്ടുള്ള റീലാണ്. ഇതിനടിയിൽ ഒരാൾ ഒരു ഫേക്ക് യൂസർ നെയിമാണ്, അതിൻ്റെ പ്രോപ്പർ യൂസർ നെയിം പോലും ഇല്ല. അപ്പോൾ അതിലെഴുതി ആ അമ്മയോടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിങ്ങനെ 2 മക്കളെയും വിറ്റ് ജീവിച്ചോളൂ, ഇതൊരു അത്രേ ഉള്ളൂ, ജീവിച്ചോളൂ എന്നാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ സർക്കുലേറ്റ് ചെയ്ത് അവരിലേക്ക് എത്തുക. എൻ്റെ ഒരു അറിവില്ല, അവർ ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കുക, പാപ്പുവെ ഫീഡ് ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ലോകമില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അത് എങ്ങനെയാ അവരെ സ്വയം സമാധാനിക്കുന്നത്? എനിക്ക് അമ്മയുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ചത്തുപോയനെ. ലൈക്ക് അമ്മയൊക്കെ എന്തോരം കേട്ടിട്ടുണ്ടെന്നറിയോ. അതായത് അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കരിയറും അമ്മയുടെ ജീവിതവും ഒക്കെ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം ഒഴിച്ചു വെച്ച് അങ്ങനെ ജീവിച്ച ഒരാളാണ്. അതും ഞാനും അഭിരാമിയും കംപ്ലീറ്റ് ഒരു ആശ്രമം ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിൽ, അമ്മയുടെ ആശ്രമത്തിൽ,
അവിടെ രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുന്നു, സഹസ്രനാമം ജപിക്കുന്നു, ഭജന, സ്വാമിമാർ, ഇങ്ങനെ മാത്രം ഒരു ലോകം. പഠിച്ചത് അമൃത വിദ്യാലയം. ഇങ്ങനെ വളരെ ചെറിയൊരു ലോകത്തിലുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോകുന്നത്. അതാണ് എൻ്റെ ഒരു എക്സ്പോഷർ സ്പേസ്. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ നമുക്ക് തെറ്റും ശരിയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു, എന്താ പറയുക, അത്രയൊന്നും നമുക്കൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് ഒരാൾ നോക്കി ചിരിച്ചിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് എനിക്ക് ഏറ്റവും ഏറ്റവും നല്ല ആൾ. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നമ്മൾ വളർന്നു വന്നൊരു കുട്ടികളാണ് ഞാനും അഭിരാമി, ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവർക്ക് ഈ ലോകത്തിൽ, ഈ കേരളത്തിൽ ഏറ്റവും ദുഷിച്ച പെണ്ണെന്നുള്ള പേരൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഘട്ടത്തിൽ അത്രമാത്രം വെറുപ്പുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അമ്മയൊക്കെ ഇതല്ലേ അപ്പുറം കിട്ടിട്ട് വിഷ്ണു, പിന്നെ അവരൊക്കെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവും. പക്ഷേ അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെയാണ് ഈ അമ്മയ്ക്കൊക്കെ ഇത് പറ്റുകയെന്ന്. പക്ഷെ ഒന്നും പറയാ. കൽപ്പന മാം എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അതായത് അവർ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ കോമഡി ബേസ്ഡ് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, സ്റ്റാൻഡപ്പ് ഷോ. അപ്പൊ അതിന്റെ അവർ ജഡ്ജാണ്. അത് കണ്ട് ചിരിക്കണം, ചിരി ഉണ്ടാക്കിയതിന്റെ ജഡ്ജ്മെന്റ്സ് പറയണം. ഇത് പറയേണ്ട ദിവസത്തിന് രണ്ടാമത്തെ ദിവസത്തിന് ഷൂട്ടിൽ അവരുടെ അനിയൻ ഒരു ആക്സിഡന്റിൽ പെട്ട് ICUയിൽ കിടക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു കോമഡി സ്കിറ്റിന് ജഡ്ജ് ചെയ്യണം, ചിരിക്കണം, ഇത് ജഡ്ജ്, അതായത് ഷോ മുന്നോട്ട് പോകണമല്ലോ, അതിലൊന്നും ചെയ്യാനില്ല. ഈ അമൃത ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഹിറ്റ് ലിസ്റ്റിലെ പാട്ട് പാടുമ്പോൾ പ്രസവ വേദനയിലൂടെ കടന്നു പോകുന്നു, അല്ലാതെയുള്ള വേദനകൾ. ഇത് പലപ്പോഴും പല കാര്യങ്ങളും ഓൺലൈനിൽ കണ്ടിട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫോൺ ഇങ്ങനെ കമത്തി വെച്ചിട്ടായിരിക്കും പോയിട്ട് ഒരു പാട്ട് പാടി ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരിക. അതിന്റെ തയ്യാറെടുപ്പുകൾ അതെങ്ങനെയാ? സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്കും കട്ട് ഓഫ് ചെയ്യാൻ പറ്റാറുണ്ടോ? കട്ട് ഓഫ് ചെയ്തല്ലേ പറ്റൂ വിഷ്ണു, നമുക്ക് വേറെ എന്താ ഓപ്ഷനല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നിസ്സഹായതയാണോ? നിസ്സഹായാവസ്ഥ എന്ന് പറയാമോ? പക്ഷെ അതൊരു ബ്ലെസ്സിങ് ആണോ ആണെങ്കിൽ അതുമാണ്. ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അങ്ങ് മറക്കുകയാണ്. സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് എന്നെ വളരെയധികം ഞാൻ ഇല്ലാണ്ടായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഷോയിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കിൽ വന്നിട്ട് വീണ്ടും ഫോൺ നോക്കുന്നു, ഇത് സഹിക്കാൻ പറ്റാണ്ട് കരയണു, വീണ്ടും എന്താ പറയുക, കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് വീണ്ടും സ്റ്റേജിൽ കയറുന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മൾ തൊട്ട് നിറുക്കി വെച്ച് കയറുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മോളിൽ നിന്ന് മോളെപ്പോ ഡ്രസ് മറന്നു പൊക്കോ എന്നുള്ളൊരു അനുഗ്രഹം തരും. അത് ഇതുവരെ കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടില്ല. അവന്തികയോട് എങ്ങനെയാണ് ഇത് ശരിയാണ് ഇത് തെറ്റാണ് അത് എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക? ഞാൻ അവളുടെ അടുത്ത് പറയാറുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണം എന്ന് പറയുക. അപ്പോൾ ഐസ്ക്രീം കഴിച്ചോളൂ, കഴിച്ചാൽ ഇതായിരിക്കും അവസ്ഥ, നിനക്ക് ചുമയുള്ളതാ, വയ്യാണ്ടാവും, കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഞാൻ അവൾക്ക് ശരിയും തെറ്റും ഇത് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, ഐസ്ക്രീം വേണോ, എനിക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കഴിക്കാൻ മമ്മി